നമസ്കാരം. സാധാരണ തോറ്റാൽ പെട്ടി മടക്കി വീട്ടിൽ പോകുന്നതാണ് രാഷ്ട്രീയ മര്യാദ. പക്ഷെ നമ്മുടെ പിണറായി വിജയന്റെ അവസ്ഥ ഒന്ന് നോക്കൂ. പെട്ടിയൊക്കെ മടക്കി പായ ചുരുട്ടി ക്ലിഫ് ഹൗസിന്റെ പടിവാതിൽക്ക് ഇരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ ഗവർണർ വിടുന്നില്ല. കാരണം അവിടെ ഇപ്പുറത്ത് ഇന്ദിരാഭവനിലും ഡൽഹിയുമായി കസേര യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ജയിച്ചവർക്ക് ഭരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തോറ്റവർക്ക് ഭരണം വിട്ടു നൽകാൻ പറ്റാത്ത അവസ്ഥ. പിണറായി ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് TV കാണുകയാണത്രേ. കുറുപ്പന്തറയിലെ ഫ്രാൻസിസ് ചേട്ടൻ പെട്രോൾ ഒഴിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും, എന്റെ ദൈവമേ, ഇവർക്ക് എന്നെ ഇവിടുന്ന് ഇറക്കി വിടണമെന്നുണ്ടോ അതോ ഇവിടെ തന്നെ ഇരുത്തണമെന്നുണ്ടോ? ഞായറാഴ്ച സതീശൻ വന്നില്ലെങ്കിൽ കേരളം കത്തിച്ചാമ്പലാകുമെന്ന് കേട്ടപ്പോൾ പിണറായി വിജയൻ ഗവർണറെ വിളിച്ച് ചോദിച്ചത്രേ, ഗവർണറെ, ഈ കാവൽ പണി ഇനി എത്ര കൊല്ലം കൂടി എടുക്കണം? ഇതിലും ഭേദം തോൽക്കാതിരിക്കുന്നതായിരുന്നുവെന്ന്. കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടി ചാർജ് ഉണ്ടാക്കുന്നത് കണ്ട് പിണറായി ഒന്ന് അമ്പരന്നു. തിങ്കളാഴ്ച സതീശൻ വരുമ്പോൾ ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കാൻ പുള്ളി വരണോ? ബുധനാഴ്ച ചെന്നിത്തല വരുമ്പോൾ ചായ ഇട്ടുകൊടുക്കാൻ പുള്ളി വരണോ? പിണറായി ഇപ്പോൾ ഒരു പുതിയ തസ്തിക നോക്കുകയാണെങ്കിൽ അതൊരു സ്ഥിരം കാവൽ മുഖ്യമന്ത്രി എന്ന തസ്തികയിലേക്കാണ് എത്തി നിൽക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ നറുക്കിടാനും കുന്തമിടാനും പോകുമ്പോൾ സെക്രട്ടേറിയറ്റിനെ താക്കോൽ സൂക്ഷിക്കാൻ പിണറായി അല്ലാതെ വേറെ ആരുണ്ട് സുഹൃത്തുക്കളെ? വേണുഗോപാൽ വന്നാൽ BJP വരുമെന്ന ഫ്രാൻസിസിന്റെ തിയറി കേട്ട CPM സൈബർ പോരാളികൾക്ക് പോലും ഇപ്പോൾ സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾ 5 കൊല്ലം ഭരിച്ചപ്പോൾ വരാത്ത BJP ഇവർ വന്നാൽ ഉടനെ വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ പിണറായിക്കും ഒരു ആശ്വാസം. എന്തായാലും 102 സീറ്റ് കിട്ടിയിട്ടും കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടുന്നവരെ കണ്ട് പിണറായി വിജയൻ തന്റെ ശൈലിയിൽ ഒന്ന് പറഞ്ഞു, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ പതുക്കെ തീരുമാനിച്ചാൽ മതി, എനിക്ക് തിരക്കില്ല. ചുരുക്കത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പുകൾ തീരുന്നത് വരെ പിണറായി വിജയൻ കാവലിലുണ്ടാകും. അത് അടുത്ത ഞായറാഴ്ചയോ അതോ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയോ എന്നത് ഖാർഗെജിയുടെ ആ രഹസ്യ റിപ്പോർട്ട് പോലെ സസ്പെൻസ് ആണ്. എന്തായാലും പിണറായി വിജയൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാര്യം ഉറപ്പാണ്, തോറ്റാലും ജയിച്ചാലും കസേര വിട്ടുപോകാൻ ഈ കോൺഗ്രസുകാർ സമ്മതിക്കില്ല. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കസേര ഇപ്പോൾ പിണറായി വിജയന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി പോലെയായിട്ടുണ്ട്. കാവൽ മന്ത്രിയാണെങ്കിലും റെക്കോർഡിടാൻ അദ്ദേഹം തീരുമാനിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ പോയി നറുക്കിടലും കുന്തമിടലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിണറായി വിജയന്റെ കാവൽ പദവിക്ക് 5 കൊല്ലം തികയുമോ എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെയും സംശയം. പിണറായി വിജയൻ ഗൗരവത്തിൽ പറയുകയാണ്, കടക്ക് പുറത്തെന്ന്. ഞാൻ അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, അവർ അവിടെ തല്ലുകൂടി സ്വയം പുറത്താവുകയില്ലേ? ഫ്രാൻസിസ് ചേട്ടൻ ഇപ്പോഴും ലൈറ്ററുമായിട്ട് ഈ കുറുപ്പന്തറയിൽ കാത്തിരിക്കുകയാണ്. പേര് സതീഷിൻ്റെത് അല്ലെങ്കിൽ കേരളം കത്തുമെന്നാണ് ലൈൻ. ഇത് കേട്ട പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന് രഹസ്യമായ ഒരു നിർദ്ദേശം കൊടുത്തത്രേ, ഫ്രാൻസിസിന് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ കൊടുക്കൂ, അല്ലെങ്കിൽ ഈ തല്ല് തീരും മുമ്പ് കേരളം മൊത്തം കത്തിപ്പോകും. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഇപ്പോൾ പിണറായി നോക്കി പറയുകയാണ്, സാറേ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, ഈ വന്നവർക്ക് ഭരിക്കാൻ സമയമില്ല. സൈബർ സഖാക്കളൊക്കെ ഇപ്പോൾ ഒരു മാസ് ഡയലോഗുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജയിച്ചവൻ ഡൽഹിയിൽ കുന്തമിടുമ്പോൾ തോറ്റവൻ കേരളം ഭരിക്കുന്നു. ഇതല്ലേ സുഹൃത്തുക്കളെ യഥാർത്ഥ മാസ് എന്ന. 102 സീറ്റ് കിട്ടിയിട്ടും കസേരയ്ക്ക് വേണ്ടി വിമാനം പിടിക്കുന്ന KC വേണുഗോപാലിനെയും ചാനലിലിരുന്ന് കരയുന്ന ചെന്നിത്തലയും നോക്കി പിണറായി വിജയൻ കണ്ണടച്ചു ചിരിക്കുന്നുണ്ടാകും. കാരണം തോറ്റിട്ടും രാജാവായി വാഴാൻ അദ്ദേഹത്തിന് ഇവർ തന്നെ അവസരമൊരുക്കി കൊടുക്കുകയാണല്ലോ. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ട്രോളന്മാരൊക്കെ അത് പരിഹരിച്ചിട്ടുണ്ട്. ഒരാൾ മുഖ്യമന്ത്രിയായാൽ മറ്റേയാൾ പെട്രോൾ ഒഴിക്കും, മൂന്നാമൻ ഡൽഹിക്ക് വിമാനം പിടിക്കും. അതുകൊണ്ടിതാ ലോകത്തിൽ ആദ്യമായി ഒരു ഷിഫ്റ്റ് മുഖ്യമന്ത്രി സമ്പ്രദായം കേരളത്തിൽ വരുന്നു. തിങ്കൾ ചൊവ്വ ഈ 2 ദിവസം ഭരണം BD സതീശന്. പ്രതിപക്ഷ നേതാവായി കഷ്ടപ്പെട്ടതല്ലേ, ആ ആവേശത്തിൽ ഫയലുകളൊക്കെ പുള്ളി പറപ്പിക്കും. ബുധനും വ്യാഴവും അടുത്ത ഊഴം രമേശ് ചെന്നിത്തലയ്ക്ക്. പാവം കുറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് 2 ദിവസം അദ്ദേഹം കസേരയിരിക്കട്ടെ. വെള്ളി ശനി ഇത് ഹൈക്കമാൻഡിന്റെ കോട്ടയാണ്. വിമാനം പിടിച്ച് ഡൽഹിയിൽ നിന്ന് വന്നിറക്കുന്ന KC വേണുഗോപാലിന് വേണ്ടി കസേര ഒഴിഞ്ഞു കൊടുക്കണം. ഞായറാഴ്ച അന്ന് ആർക്കും ഭരണമില്ല, എല്ലാവർക്കും അവധി. കാരണം ഗ്രൂപ്പ് യോഗം കൂടാനും പുതിയ പരാതികൾ അയക്കാനും ഒക്കെ ഒരു ദിവസം വേണ്ടേ? ഈ ചാർട്ടും നോക്കി ക്ലിഫ് ഹൗസിന്റെ വരാന്തയിൽ പിണറായി വിജയൻ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കാവൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഓരോ ദിവസവും ഓരോരുത്തർക്ക് ചാർജ് കൈമാറേണ്ടത് അദ്ദേഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണല്ലോ. തിങ്കളാഴ്ച സതീശൻ വരുമ്പോൾ ചായ കൊടുക്കണം, അല്ലെങ്കിൽ ബുധനാഴ്ച ചെന്നിത്തല വരുമ്പോൾ കസേര തുടച്ചു കൊടുക്കണം. ആകെ ഒരു കൺഫ്യൂഷനിലാണ്. പതുക്കെ തന്നെ അദ്ദേഹം തന്നെ സ്റ്റൈലിൽ ചോദിക്കുന്നുണ്ട്, അല്ല, ഈ ഷിഫ്റ്റ് മാറ്റുമ്പോഴൊക്കെ എനിക്ക് ലഗേജ് പാക്ക് ചെയ്യണോ അതോ ഞാൻ തന്നെ ഈ കാവൽ പണി 5 കൊല്ലത്തേക്ക് തുടരണോ എന്ന്.